നിഷാദ്, ദുഃഖകരമായിട്ടുള്ള വാർത്ത. എന്നാൽ മരിച്ചവരുടെ എണ്ണം കൂടുന്നു എന്നുള്ള കണക്കായിരുന്നു. രാവിലെ 12 പേരാണ് മരിച്ചു എന്നുള്ള കണക്കായിരുന്നു ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. പിന്നാലെയാണ് ഈ കണക്ക് ഉയർന്നു തുടങ്ങിയത്. 15 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇപ്പോൾ 24 പേരുടെ മരണം അനൗദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. നോർക്ക സിയായിട്ടുള്ള അജിത് കൊളശ്ശേരി എന്നെ ഇപ്പോൾ ചേരുന്നുണ്ട്. നോർക്കയുടെ കുവൈറ്റിലുള്ള ലോക്കൽ ഹെൽപ്പ് ഡെസ്കുകളിൽ നിന്ന് ഇപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ചിട്ട് 24ഓളം മലയാളികളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടതായിട്ട് അറിയിച്ചിരിക്കുന്നത്. തിരിച്ചറിഞ്ഞിട്ടുള്ളത് 19 പേരെയാണ്. അതെ, ബാക്കിയുള്ളവരുടെ തിരിച്ചറിയൽ പ്രോസസ്സ് നടക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞ ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൺഫേംഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് തരുള്ളൂ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻഫോർമലിയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. 24ഓളം പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു 5 മുതൽ 7 പേർ ഇതിലെ ആൾക്കാർ ഇപ്പം ഗുരുതരാവസ്ഥയിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിൽ ഉണ്ട്, വിവിധ ആശുപത്രികളിൽ. DNA പരിശോധന അടക്കം ആവശ്യം വരും. അതെ, തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഡെത്ത് കൺഫർമേഷൻ തരുന്നത് ബോഡി ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ്. അത് ബോഡി ഐഡന്റിഫൈ ചെയ്യാത്ത മൃതശരീരങ്ങൾ അവിടെയുണ്ട്, ഐഡന്റിഫിക്കേഷൻ നടത്താത്തത്. അത് DNA പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ അതിന്റെ കൺഫർമേഷൻ അല്ല, അവരുടെ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആശുപത്രിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പിന്നീട് തരാവുന്നതാണ്. അതെ, അല്ല, അത് എനിക്ക് തോന്നുന്നത് എത്രയും പെട്ടെന്ന് അവർ ഇന്ന് യാത്ര ചെയ്യുമെന്നാണ് തോന്നുന്നത്. ആരോഗ്യമന്ത്രിയും ജീവൻ ബാബു IAS ഇതിന്റെ ഏകോപനത്തിന് വേണ്ടിയിട്ട് കുവൈറ്റിലേക്ക് എത്രയും പെട്ടെന്ന് യാത്ര ചെയ്യുന്നുണ്ട്. ഈ ഗുരുതരാവസ്ഥയിലല്ലാതെ പരിക്കുകളായോ കഴിയുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? അല്ല, അത് ആവശ്യമുള്ള പക്ഷം, അവരാവശ്യപ്പെടുന്ന പക്ഷം ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഗുരുതരമായിട്ട് പരിക്കേറ്റ ഒരു 7 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. അവരുടെയൊക്കെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ, അതായത് ഈ പരിക്കേറ്റവർ, ഈ ഗുരുതരാവസ്ഥയിലുള്ളവരുടെ പുറമെ പരിക്കേറ്റവരെ ഉൾപ്പെടെ ഒരുപക്ഷെ നാട്ടിൽ ചികിത്സ ആവശ്യമെങ്കിൽ ഇവിടെ എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അടക്കം നോർക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ്